കഴിഞ്ഞ ISL സീസൺ ISL 10ാം സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനും തമ്മിൽ ഒരു വലിയൊരു സ്വാപ്പ് ഡീൽ നടത്തിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ സഹൽ അബ്ദുൾ സമദ് മോഹൻ ബഗാനിലേക്ക് പോവുകയും മോഹൻ ബഗാന്റെ നിലവിലെ ക്യാപ്റ്റനായിരുന്ന പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ സഹൽ അബ്ദുൾ സമദിന് ബ്ലാസ്റ്റേഴ്സിൽ പുറത്തെടുത്ത ആ പ്രകടനം മോഹൻ ബഗാനിലും തുടരാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ പ്രീതം കോട്ടാലിന് മോഹൻ ബഗാനെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനായിരുന്നു പ്രീതം കോട്ടാൽ. എന്നാൽ ആ പ്രീതം കോട്ടാലിന് മോഹൻ ബഗാനിൽ പുറത്തെടുത്തൊരു മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ താരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡ് ബെഞ്ചിലായിരുന്നു സ്ഥാനം. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനും തമ്മിൽ വീണ്ടും ഒരു സ്വാപ്പ് ഡീൽ നടത്തുന്നു എന്നാണ് സോഹൻ ബോർഡർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോഹൻ ബോർഡർ വ്യക്തമാകുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രീതം കോട്ടാലിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മോഹൻ ബഗാന് കൊടുക്കാനായി ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ സൂപ്പർ താരമായ ദീപക് താങ്കരിയുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ നൽകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സോഹൻ ബോർഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ദീപക് താങ്കരിയെ ബ്ലാസ്റ്റേഴ്സ് ആദ്യം മുതലേ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്നൊന്നും മോഹൻ ബഗാൻ തരാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മോഹൻ ബഗാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് സോഹൻ ബോർഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ദീപക് താങ്കരി പ്രീതം കോട്ടാൽ സ്വാപ്പ് ഡീൽ നടക്കാനായിട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രത്യേകതയേറിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കുറച്ച് മുമ്പ് മാർക്കസ് മൊറേല ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിരുന്നു. ഇനി ഏതെങ്കിലും ISL ക്ലബ്ബ് സൈനിങ് വല്ലതും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ISL അധികൃതർ അറിയിച്ചിരിക്കുന്നതെന്നാണ് മാർക്കസ് മൊറേല റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് വരെയാണ് അനുവദിച്ചിരിക്കുന്ന സമയം. അതിനുശേഷം സൈനിങ് ഒന്നും ISL ക്ലബ്ബുകൾക്ക് നടത്താനായിട്ട് സാധിക്കില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് മൊറേല നൽകുന്ന അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി ചർച്ച പരാജയപ്പെട്ടാൽ പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയും അതുപോലെ തന്നെ ദീപക് താങ്കരി മോഹൻ ബഗാനിൽ തുടരുകയും ചെയ്യും.